കേരളത്തെ ഒന്നടങ്കം നടക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20-ന് പ്രഖ്യാപിക്കും. പാലക്കാട് അഡീഷണൽ സെഷൻ കോടതിയാണ് കേസിൽ അന്തിമ വിധി പറയുന്നത്. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതോടെ ഇനി എല്ലാവരുടെയും കണ്ണുകൾ ശിക്ഷാവിധിയിലേക്കാണ്. ഈ കേസിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ 2019-ൽ അയൽവാസിയായ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയ്ക്ക് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. ആ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ പരോളിൽ ഇറങ്ങിയ ശേഷമാണ് 2025 ജനുവരിയിൽ സജിതയുടെ ഭർത്താവ് സുധാകരനെയും അദ്ദേഹത്തിന്റെ മാതാവ് ലക്ഷ്മിയെയും വീടിന് മുന്നിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. ഇതോടെ ഒരേ കുടുംബത്തിലെ 3 ജീവനാണ് നഷ്ടമായത്. സംഭവത്തിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിച്ച സുധാകരന്റെ മക്കളായ അഖിലയും അതുല്യയും പങ്കുവച്ച വാക്കുകൾ കേരളത്തെ ഒന്നടങ്കം കണ്ണീരിൽ ആഴ്ത്തുന്നതായിരുന്നു. ചെന്താമര പുറത്തിറങ്ങിയാൽ ഞങ്ങളെയും കൊന്നുകളയുമോ എന്ന ഭയത്താലെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നായിരുന്നു അവരുടെ പ്രതികരണം. ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും കൊന്നയാളെ എത്രയും പെട്ടെന്ന് തൂക്കിലേറ്റണം, ഞങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യവും അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നു. ഇന്നും ആ ഭയം അവസാനിച്ചിട്ടില്ലെന്നതാണ് കുടുംബവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇതിനിടെ ശിക്ഷാവിധിക്ക് മുന്നോടിയായി ലീഗൽ സർവീസ് അതോറിറ്റി മുഖേന സമർപ്പിച്ച മിറ്റിഗേഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. പ്രതിയുടെ മാനസികാവസ്ഥ, കുടുംബ പശ്ചാത്തലം, ജയിലിൽ മതിയായ മാനസിക ചികിത്സ ലഭിച്ചില്ലെന്ന വാദം, പുനരധിവാസ സാധ്യത എന്നിവ ശിക്ഷ നിർണ്ണയിക്കുമ്പോൾ പരിഗണിക്കണമെന്ന് റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ ജയിലിൽ ജോലി ചെയ്ത് ലഭിക്കുന്ന തുക ഇരകളുടെ കുടുംബത്തിന് നൽകാൻ തയ്യാറാകണമെന്നും പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വാദങ്ങളെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയാണ്. ചെയ്ത കുറ്റത്തിന് പ്രതിക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ലെന്നും വിചാരണയ്ക്കിടെ ഞാൻ ഗാന്ധിയൊന്നുമല്ല, ആവശ്യമെങ്കിൽ ഇനിയും ആളുകളെ കൊന്നുകളയും എന്ന രീതിയിലുള്ള പരാമർശം നടത്തിയ വ്യക്തിക്ക് മാനസാന്തര സാധ്യതയുണ്ടെന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. ഇതിനിടെ ഈ കേസിനെ ചുറ്റിപ്പറ്റി മറ്റൊരു വലിയ ചർച്ചയും ശക്തമാവുകയാണ്. കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയ ശേഷവും ശിക്ഷ നിർണ്ണയിക്കുന്ന നടപടികൾ ദീർഘിപ്പിക്കുന്നതും പിന്നീട് വധശിക്ഷ സംബന്ധിച്ച അപ്പീലുകളും നിയമ നടപടികളും വർഷങ്ങളോളം നീളുന്നതും നീതി വൈകുന്നതിന് കാരണമാകുന്നു എന്ന വിമർശനമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഇരകളുടെ കുടുംബം ഇപ്പോഴും ഭയത്തിലും മാനസിക സംഘർഷത്തിലും കഴിയുന്ന സാഹചര്യത്തിൽ നീതി നടപ്പാക്കണമെന്നാണ് പൊതുസമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളുടെ ആവശ്യം. അതേസമയം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വധശിക്ഷ നൽകുന്നതിന് മുമ്പ് പ്രതിയുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളും മാനസികാവസ്ഥയും പുനരധിവാസ സാധ്യതയും ഉൾപ്പെടെ വിവിധ ഘടകങ്ങൾ കോടതി പരിശോധിക്കുന്നത് നിലവിലെ നിയമ നടപടികളുടെ ഭാഗമായാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ മിറ്റിഗേഷൻ റിപ്പോർട്ടുകൾക്കും നിയമപരമായ പ്രാധാന്യം നൽകുന്നുണ്ട്. എന്നാൽ ഇരകളുടെ കുടുംബം ഉന്നയിക്കുന്ന ചോദ്യം മറ്റൊന്നാണ്. 3 പേരെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ വേദനയ്ക്കും ഭയത്തിനും എപ്പോൾ അറുതിയുണ്ടാകും? തങ്ങളെ പോലെയുള്ള ഇരകളുടെ കുടുംബങ്ങൾക്ക് നീതി എത്രയും വേഗം ലഭിക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത്. ഇപ്പോൾ കേരളം കാത്തിരിക്കുന്നത് പാലക്കാട് അഡീഷണൽ സെഷൻ കോടതിയുടെ ശിക്ഷാവിധിയാണ്. അത് പ്രതിക്കുള്ള ശിക്ഷ മാത്രം നിർണ്ണയിക്കുന്ന വിധിയല്ല. ഇരകളുടെ കുടുംബത്തിന് നീതി ലഭിച്ചു എന്ന വിശ്വാസവും സമൂഹത്തിന് നിയമവ്യവസ്ഥയിലുള്ള ആത്മവിശ്വാസവും ശക്തിപ്പെടുത്തുന്ന നിർണായക വിധിയാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.